ശരിക്കും ഒരു 2 മിനിറ്റ് 5 മിനിറ്റ് പോലും ആയിട്ടില്ല, 2 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോഴേക്കും വിശർത്ത് കുളിച്ചു, വെറുതെ നിന്നിട്ട് വിശർക്കണം. നല്ല വൺതറും ഇട്ടാൽ നമുക്ക് വെള്ളം എടുക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം എങ്ങനെ വെള്ളം എടുക്കാമെന്ന്. ഇതാണ് നമ്മുടെ കോയിൻ ഇടുന്ന സ്ഥലം. നമുക്ക് വെച്ചാൽ നമ്മുടെ 1 ദിർഹമാണ് നമുക്ക് ഇവിടുന്ന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടത്. ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ ഉള്ളത് കരാമയിലാണ്. അപ്പോൾ നമ്മുടെ ഈ ഫ്ലാറ്റിൻ്റെ, നമ്മൾ നിൽക്കുന്ന ഫ്ലാറ്റിൻ്റെ പാർക്കിങ്ങിൽ നമ്മളെ ബൈക്ക് വയ്ക്കാൻ സമ്മതിക്കില്ല ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ. കാരണം അവിടെ പാർക്കിംഗ് സ്പേസ് പോകില്ല ഒരു ബൈക്ക് ഇരുന്നാൽ, കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത്. അപ്പോൾ അതുകൊണ്ട് വെക്കാൻ വഴിയിൽ സ്ഥലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അൽ നദയിലാണ് നമ്മൾ ബൈക്ക് വയ്ക്കാറ്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ തന്നെ പഴയ പോലെ കൊണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ വണ്ടി ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ റോട്ടിലാണ്. റോട്ടിലിരിക്കുമ്പോൾ ശരിക്കും നല്ല വെയിലാണ്, വെയിലും പൊടിയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ മുകളിൽ. നമുക്ക് ആ റോട്ടിലിരിക്കുമ്പോൾ ഒരു മനസ്സമാധാനമില്ല. കാരണം ഇനി എങ്ങാനും ഫൈൻ കിട്ടിയാലോ എന്നുള്ളൊരു മനസ്സമാധാനക്കേടുണ്ട്. 1/2 മണിക്കൂറിനുള്ളിൽ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ഇറങ്ങിയിട്ട് നമ്മൾ നേരെ നമ്മുടെ അൽനദയിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൻ്റെ പാർക്കിങ്ങിലാണ് നമ്മൾ വയ്ക്കുന്നത് വണ്ടി. അവിടേക്ക് വണ്ടി കൊണ്ടുവയ്ക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് റെഡി ആയിട്ട് ഇറങ്ങാം. അപ്പോൾ നമ്മുടെ ഹെൽമെറ്റ് എടുത്ത് നമ്മൾ ഇറങ്ങി. നമ്മുടെ ബൈക്ക് ഇതേ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ കാണുന്ന സ്റ്റാൻഡ്. അങ്ങനെ നമ്മൾ അൽക്വയ്സ് മെട്രോ സ്റ്റേഷനിലെത്തി. മെട്രോ അടുത്തേക്കാണ് നമ്മൾ പോണത്. ഇവിടെ റൈറ്റ് സൈഡിൽ ആൾക്കാർക്ക് നിൽക്കാനും ലെഫ്റ്റ് സൈഡിൽ വാക്കിംഗ് ഉണ്ടോ കടലിൽ. ലെഫ്റ്റ് വാക്കും റൈറ്റ് സ്റ്റാൻഡും. അങ്ങനെ നമ്മുടെ വണ്ടി സേഫ് ആക്കിയിട്ട് നമ്മൾ പാർക്കിങ്ങിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജാസ്ബറാണ് എന്നെ ഇവിടെ മെട്രോയിൽ ഡ്രോപ്പ് ചെയ്തത്. അങ്ങനെ നമ്മുടെ മെട്രോ എത്തിയിട്ടാണ്. അപ്പോൾ ഗൈസ്, ആ കാണുന്നതാണ് നമ്മുടെ യൂണിയൻ മെട്രോ. ഞാൻ യൂണിയൻ മെട്രോയിലാണ് ഇറങ്ങിയത്, കാരണം നമ്മുടെ അൽസേഫ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് തൊട്ടടുത്തുള്ള ഒരു വാട്ടർ ഫൗണ്ടൈനാണിത്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ മെട്രോയിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഈ വാട്ടർ ഫൗണ്ടൈൻ്റെ അവിടെ 2 മിനിറ്റ് നിന്നിട്ടുള്ളൂ. അപ്പോഴേക്കും വിശർത്ത് കുളിച്ചു. ശരിക്കും ഒരു 2 മിനിറ്റ് 5 മിനിറ്റ് പോലും ആയിട്ടില്ല, 2 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോഴേക്കും വിശർത്ത് കുളിച്ചു, വെറുതെ നിന്നിട്ട് വിശർക്കണം. 10:30ക്കാണ് നമ്മുടെ ഇവിടുത്തെ ചൂട് കിട്ടുക. നിങ്ങൾക്ക് ഊഹിക്കാം, 10:30ക്കാണ് നമ്മുടെ ഇവിടുത്തെ ചൂട് കിട്ടുക. കാരണം നമ്മളിവിടെ യൂണിയൻ്റെ അവിടെ ഇറങ്ങാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ അൽസേഫിൽ ഉള്ള കാഴ്ചകൾ, അതായത് അൽസേഫിലെ പഴയ ദുബായിയുടെ ഒരു ഫീല് തരുന്ന കുറേ ബിൽഡിങ്ങുകളുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് യൂണിയൻ്റെ ഇവിടെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മുടെ അപ്പർ സൈഡിലേക്ക് അൽസേഫിൻ്റെ അവിടേക്ക് ബോട്ട് സർവീസ് ഉണ്ട് 1 ദിർഹം കൊടുത്താൽ. അപ്പോൾ നമ്മൾ 1 ദിർഹം കൊടുത്തിട്ടൊരു അടിപൊളി ബോട്ട് യാത്രയും ചെയ്യാൻ പോവാണ് ഇപ്പോൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് ഇറങ്ങാം, അതായിരിക്കും നല്ലത്. കാരണം ഇവിടെ വെറുതെ ഇരുന്നിട്ട് വിശർക്കണേക്കാട്ടും നല്ലതാണ് നമുക്ക് അൽസേഫിലെ ബോട്ട് യാത്ര ചെയ്യണത്. ശരിക്കും എൻ്റെ മുഖം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഫുള്ള് മുഖം കഴുകിയ പോലെയാണ് എൻ്റെ മുഖം കാണാൻ ശരിക്കും. ഇപ്പോൾ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം ഇവിടെ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ചെടിയുടെ നടുക്കിലായിട്ട് കുറച്ച് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഏകദേശം എത്തി. ഇവിടുന്ന് ഒരു 50 അടി കൂടി നടന്ന് നമ്മൾ ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാതെ ഇവിടുന്ന് അങ്ങോട്ട് കിടക്കാനുള്ള ബോട്ടിൻ്റെ അവിടെ എത്തി നമ്മൾ. അപ്പോൾ ചൂട് കാരണം ഇവിടെ ഇരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സമയം 17:22 17:22 എന്ന് പറഞ്ഞാൽ ഏകദേശം 5 മണി 5:15 ആയിട്ടുണ്ട്. 5:15 ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടെ. നോക്കുക വെച്ചാൽ അറബികൾക്ക് മാത്രം ആർ ടി എയുടെ ബോട്ടുകൾ ഇവിടെ അറബികൾ ഓൺലി എന്ന് എഴുതിയിട്ടുണ്ട്. ദുബായ് അറബ് ഓൺലി എന്ന് പറഞ്ഞിട്ട്. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ. ഇതാണ് നമ്മുടെ ബോട്ട്. നോക്കുക വെച്ചാൽ നമ്മുടെ 1 ദിർഹമാണ് നമുക്ക് ഇവിടുന്ന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടത്. അൽസേഫാണ് കാണുന്നത്. നമ്മുടെ എല്ലാത്തിൻ്റെ എഞ്ചിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കാണും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോട്ടിൽ ആൾക്കാർ നിറഞ്ഞിട്ടില്ല. ആൾക്കാർ നിറഞ്ഞാൽ കൂടുതലും അതാണ് നമ്മുടെ ബോട്ട്. നമ്മുടെ ബോട്ടിൽ ശരിക്കും ആൾക്കാർ നിറഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഈ ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ വന്നിരുന്നിട്ട് വണ്ടി ബോട്ട് ഓടിക്കുന്നത്. അവിടെ നോക്കുകയാണെങ്കിൽ എഞ്ചിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലാണ്. ശരിക്കും ആർ ടി എയുടെ ബോട്ടാണ്. 1 ദിർഹം കൊടുക്കുമ്പോൾ 1 ദിർഹം കൊടുത്താൽ നമുക്ക് അപ്പുറത്തേക്ക്, അതായത് അൽസേഫിൻ്റെ സൈഡിലേക്ക് പോവാം. ഏകദേശം ഇപ്പോൾ ഫുള്ളായി. ഇപ്പോൾ ഫില്ലാവും. അതെ, നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ആൾ അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് അപ്പുറ സൈഡിലേക്ക് ഇതാണ് തോന്നുന്നുണ്ട് നമ്മുടെ ബോട്ടിൻ്റെ കൺട്രോൾ. ആൾക്ക് ഉള്ളിൽ നിന്ന് കൺട്രോൾ ചെയ്യാനുള്ള സംഭവങ്ങളാണ് കയർ വെച്ച് കെട്ടിയുള്ളത്.
നടന്നു പോണ വഴിക്കൊക്കെ ഇങ്ങനത്തെ കടകളാട്ടോ. സ്പൈസസ്, ഡ്രസ്സുകൾ, അങ്ങനെയുള്ള കടകളാണ്. ബാഗുകൾ. ദുബായിയുടെ മാഗ്നറ്റൊക്കെ ഉണ്ട് ഇവിടെ, ഉണ്ടല്ലേ. ഉള്ള ഡ്രസ്സുകൾ, ബാഗുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ, അറബിക് ഫുൾ പാത്രങ്ങൾ അങ്ങനത്തെ ടൈപ്പൊക്കെയാണ്. ശരിക്കും നമ്മൾ ആ സൈഡിലേക്കാണ് പോയത്. അവിടെ ഒരു കട നോക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ കട ഇല്ലാടെ, ഞാൻ ഉദ്ദേശിച്ച കട ഇല്ലാടെ. അപ്പോൾ തിരിച്ച് നടന്നിട്ട് നമ്മൾ ഇതിന് തിരിച്ച് പോവാണ്. നമ്മുടെ ബോട്ട് വന്ന സ്ഥലം, അപ്പോൾ വന്ന് നിൽക്കുന്ന ബോട്ടിൻ്റെ അവിടെയാണ് ആ സ്ഥലം. നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയി അവിടെ നിന്നിട്ട് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കാൻ വെച്ചാൽ കുറേ പ്രാവുകളാണ് കേട്ടോ. പ്രാവിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇവിടെ. നമ്മൾ ഈ വരണ വഴിക്ക് നോക്കാൻ ചില ആൾക്കാർ മീൻ പിടിക്കാനായി കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് മീൻ പിടിക്കാനൊക്കെ പറ്റും ആർക്ക് വേണമെങ്കിലും. അങ്ങനെ നടന്ന് നമ്മൾ വിശർത്ത് കുളിച്ചു, ദാഹിച്ചിട്ട് വയ്യ. നമുക്കിവിടെ 1 ദിർഹം കൊടുത്ത ഒരു മെഷീൻ ഉണ്ട് ഇവിടെ. 1 ദിർഹം ഇട്ടാൽ നമുക്കിവിടെ വെള്ളം കിട്ടും. അപ്പോൾ ആ മെഷീൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 1 ദിർഹം കൊടുത്തിട്ട് വെള്ളം എടുക്കാൻ. ഇതാണ് ആ മെഷീൻ. ശരിക്കും പറഞ്ഞാൽ 1 ദിർഹം ഇട്ടാൽ നമുക്ക് വെള്ളം എടുക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം എങ്ങനെ വെള്ളം എടുക്കാമെന്ന്. ഇതാണ് നമ്മുടെ കോയിൻ ഇടുന്ന സ്ഥലം. കോയിനിടുന്ന സ്ഥലം കിട്ടുക നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഒക്കെ 500 മില്ലിനെ കിട്ടുള്ളൂ. അപ്പോൾ 500 മില്ലി പ്രസ് ചെയ്താൽ സൈല് വെള്ളം വന്നില്ല കേട്ടോ. ഒന്നൊരു ടോക്കി നോക്കാം. തോന്നുന്നൊരു വെള്ളമില്ല തോന്നുന്നുണ്ട്. Thank you. You need water? Okay. I didn't have a phone. അപ്പോൾ എന്തുണ്ടായിച്ചാൽ ഞാനിട്ട 1 ദിർഹം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന മെഷീൻ റീഡ് ആവാൻ തോന്നുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ 1 ദിർഹം ആ ചേട്ടന് കൊടുത്തിട്ട് ആ ചേട്ടൻ്റെ കാർഡ് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ വെള്ളം എടുത്തത്. ശരിക്കും പറഞ്ഞാൽ ചില കോയിൻസ് ഇട്ടാൽ കിട്ടില്ല. ഞാനിപ്പോൾ അവിടുന്ന് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് അവിടുന്ന് വെള്ളം കിട്ടി. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് നടന്നപ്പോഴേക്കും പിന്നെയും ദാഹിച്ചു തുടങ്ങി. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് വെള്ളം എടുക്കാൻ നോക്കിയത്. അപ്പോൾ ഈ എൻ്റെ ഉണ്ടായിരുന്ന ലാസ്റ്റത്തെ ആ കോയിൻ ഇട്ടപ്പോൾ എനിക്ക് കിട്ടിയില്ല. എന്നിട്ട് ആ ചേട്ടൻ്റെ കാർഡ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ വെള്ളം എടുത്തത്. ശരിക്കും പറഞ്ഞാൽ 1 ദിർഹം ആ മെഷീനിലിട്ടാൽ നമുക്ക് 500 മില്ലിയുടെ ഇത് പ്രസ് ചെയ്താൽ നമുക്ക് വെള്ളം കിട്ടും. ആ കോയിൻ്റെ പ്രശ്നമാണ്. എൻ്റെ വെച്ചാൽ വേറെ കോയിനും ഇല്ല. ആ പോണ ചേട്ടനാണ് എനിക്ക് ഈ വെള്ളം എടുത്തുന്നത്. സമയം ഇപ്പോൾ 6:21